ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാനത് സാധിച്ചു തരും. എന്താടാ ഞാനേ ഒരു സ്വപ്നം കണ്ടടാ. ഒരു കൊരങ്ങ് വന്നിട്ട് എന്നോട് പറയാ, ഇന്ന് മുതൽ എന്റെ അടി വേണത് എന്താണ് ചെയ്തത്? കൊരങ്ങല്ലല്ലേ, ചിമ്പാൻസി അല്ലേ? അത് നിനക്ക് എങ്ങനെ അറിയാം? പിന്നെ ഞാനിപ്പോ സ്വപ്നം കണ്ടിരുന്നിട്ടേ ഉള്ളു. നീ വെറുതെ ചുമ്മാ തമാശ കളിക്കല്ലേട്ടാ. എടാ എന്റെ അമ്മ സത്യം, ഒരു ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ടുള്ള ചിമ്പാൻസി അല്ലേ? തൂൽക്കഴിഞ്ഞ ഫ്ലഷ് അടിച്ചു വിടറ തെണ്ടികളെ. എടാ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇന്നലെ ഒരു കാലൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടായി. എന്റെ സ്വപ്നത്തില് ഒരു കിങ് കോങ് വന്നിട്ട് പറയണേ, അവനെന്തോട്ട് അടി വീണത്. എന്തുകൊണ്ടെങ്കിലും ചെയ്തരാന്നാണോ പറഞ്ഞത്? ഒരു ടീഷർട്ടും ജീൻസും. അതല്ല അത് കിങ് കോങ് അല്ലടാ, ചിമ്പാൻസി അല്ലടാ. എന്റെ സ്വപ്നം എങ്ങനെ നിങ്ങൾക്കറിയാം? എന്തോ പ്രശ്നമുണ്ട്. നീയായിരുന്ന പണ്ടാരടക്കാൻ ഇതിപ്പോ ഇവിടുന്ന് കുറ്റിയും പറിച്ചോണ്ടെന്ന് ഒന്ന് കൊടയിൽ പോയി മക്കളെ. ആരൊക്കെയമ്മ ഞാൻ കൊണ്ട് എന്നിട്ടേ നല്ല ഫ്രഷ് മഷി പൊട്ടിച്ചടിച്ച് മക്കളെ. ഇവിടെ ലൈഫാണ് സത്യം. എടി ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? കൊണ്ടുവരാതിരിക്കോ? പോയി തേനെടുത്തോണ്ട് വാ. തേൻ മുക്കി ഒഴിച്ച് നല്ലൊരു അധികം കഴിക്കാം. ജെനി, എന്താ എടി എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എന്നോട്. നീ എന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ? സ്വപ്നോ? എടി ഒരു ചിമ്പാൻസി വന്നിട്ടേ നിന്റെ അടുത്ത് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരാന്നല്ല സ്വപ്നം. എന്തുമാട്ട സാധനോടാ നീ കടിച്ചിരിക്കണേ? കിളിയാണോ നീയൊക്കെ? പിന്നെ മഷിട്ടിട്ടല്ലേ ചിമ്പാൻസി. വേറെ എന്തൊക്കെ നല്ല സാധനം കാണാൻ കിടക്കുന്നു. അവന്റെ സ്വപ്നം ആ കുണിങ്ങിട്ട് ശരിയായിരിക്കണേ. ഇപ്പൊ കഴിയും. ഒരു മിനിറ്റ്. അയ്യോ
പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ മിത്രമാണ്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. എൻ്റെ പേര് ടുഡു. ഞാൻ നിങ്ങളുടെ അടിമയാണ്. എന്തെന്താ ഇതൊക്കെ? ഇവര് സ്വപ്നമല്ലോ. ഈ കിങ് കോങ് സിനിമയിലൊക്കെ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും? നമുക്ക് വട്ടാണെന്നല്ലേ പറയൂ. ആ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ? അല്ല, ചിമ്പാൻസി എങ്ങനെ ഇവിടെ വരെ വന്നു? അതിന് ചിമ്പാൻസിലല്ല, ടുഡു അല്ലേ? ടുഡുവെങ്കിൽ ടുഡു, അതിനിപ്പോ എന്താ പ്രസക്തി? ദേ, ആ ചെപ്പിലായിരുന്നു ഞാൻ നീണ്ട 770 വർഷമായി. 707 വർഷം ഇതിലാ? ഒരു മന്ത്രവാദി എന്നെ ഈ രൂപത്തിലാക്കി അതിനുള്ളിൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളാണ് എന്നെ അതിൽ നിന്നും മോചിപ്പിച്ചത്. ഞങ്ങളാ? അതെ, നിങ്ങൾ 3 പേരും. അപ്പൊ തുറക്കാൻ പോണേ? നീയൊന്ന് തുറക്കണ്ട. തുറക്കാം. തുറക്കുന്നതിന് മുന്നേ ഇതിനകത്ത് എന്താണേലും 3 പേർക്കും പപ്പാതി പാതി. അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പിന്നെ അവസാനം ഞഞ്ഞാ കുഞ്ഞാ പറയരുത്. മാറ്റി അതും തുറക്കട്ടെ. തുണക്ക്. കൊണ്ടുവന്ന് കുറെ നേരം ഇതിനൊക്കെ ഞാക്കുണ്ട്. എന്തേ കാണിക്കല്ലോ നീ? എന്തോ ഒരു തൊന്നേ. ഇതിനൊക്കെ കണ്ട കുറച്ച് ആരോഗ്യം വേണം, അല്ലാണ്ട് 2 കുടി പോയ നീര്. മതി മതി മതി, ഒരുമിച്ച് കുടിക്കാം നമുക്ക്. ബാ കുടി. കൊറേ ഉണ്ടല്ലോ, 3ആയിട്ടാ 4ആയിട്ടാ എങ്ങനെയാ വീതിച്ചെടുക്കും? എന്തായിരുന്നു ആക്രാന്തം? ഈ കായൽ മോറിന്റെ ആർത്തി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതൊരു കുന്തം ഉണ്ടാവില്ല. കായലല്ലടാ, കടല്. കടലിൽ കിട്ടിയപ്പോ നീ അല്ല പറഞ്ഞത് നിധിയാണ്, മുത്തിച്ചിപ്പിയാണ്, മാങ്ങാത്തോലിയാണ്. ഉണ്ടാക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എന്നെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചത് നിങ്ങൾ 3 പേരുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 3 വരം ഞാൻ നൽകാം. നിങ്ങൾ ഓരോരുത്തർക്കായി ഓരോ വരം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്ത് പറഞ്ഞാലും നടത്തി തരും. പക്ഷെ ഒരു കാര്യം ഒരു വട്ടം മാത്രമേ ചോദിക്കാവൂ. ഓക്കെ, എന്നാ ആദ്യം വരെ ഞാൻ ചോദിക്കാം. നടക്കുമെന്ന് അറിയണമല്ലോ. അതായത് ടുഡു, എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ്. അവളോട് ഞാനൊട്ട് പറഞ്ഞിട്ടുമില്ല, ചിലർക്കൊന്നും അതൊട്ട് അറിയത്തുമില്ല. അപ്പം അവൾ എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമാന്ന് പറയണം. അതാണ് എൻ്റെ ആദ്യത്തെ വരം. നടക്കൂ? ഇതൊന്നും പറയല്ലോ. ഇതിനുള്ളിടത്തുണ്ട് നീ ആദ്യം ചോദിക്കാന്ന് പറഞ്ഞത് അല്ലേ? നിന്റെ താല്പര്യം പോലെ തന്നെ ആകട്ടെ. ഇതാ നിങ്ങളുടെ ആദ്യ വരം. ബോധം വന്നല്ല. നടക്കൂ. അമലെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ശരി, നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. പക്ഷേ അതിലേക്കാട്ടി കൂടുതൽ എന്തൊരു കണക്ഷൻ നിന്നോട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നീ നോ എങ്ങാനും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കുമെന്ന് വിചാരിച്ചാൽ. പക്ഷെ എന്തോ പെട്ടെന്ന് ഇപ്പോൾ ഒരു ധൈര്യം കിട്ടിയ പോലെ. നീ പയ്യെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ? ഓക്കെ. ഹലോ. വീണ്ടും പോയി. അയ്യോ ടുഡു, ബോധം വരുമ്പോ ഈ പറഞ്ഞാലും മറന്നു പോവോ? വീട് പഴയ പോലെ ആവോ? ഇല്ല, നിന്നോട് പറഞ്ഞ ഇഷ്ടം അവൾ ഒരിക്കലും മറക്കില്ല. അതാണ് ഞാൻ നിനക്ക് നൽകിയ വരം. അപ്പൊ ലൈഫ് ലോങ് ജെനി എൻ്റെ കൂടെ കാണൂ? അത് നിന്റെ കയ്യിലിരിപ്പ് കണക്കിരിക്കും. അവളെ കൊണ്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക എന്നതാണ് നീ എന്നോട് ചോദിച്ച വരം. അതിവിടെ കഴിഞ്ഞു. ബാക്കിയൊക്കെ നിന്റെ വിധിയാണ്. അടുത്തതാര്?
ഞാൻ ചോദിക്കാം. അല്ല ഞങ്ങൾക്കല്ലാതെ ടുഡുവിനെ വേറെ ആർക്കും കാണാൻ പറ്റൂലല്ലേ? അല്ല സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ തീരുമാനിക്കുന്നവർക്കല്ലാതെ എന്നെ മറ്റാർക്കും കാണാൻ സാധിക്കില്ല. അപ്പൊ സിനിമയിലെ പോലെ തന്നെ കിട്ടി. അല്ല നീ എന്താ ചോദിക്കാൻ പോണ പറഞ്ഞേ? പറയടാ. നീ മിണ്ടരുത്. നീ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ നിന്റെ വരം ചോദിച്ചു? അല്ലല്ല, മാറിക്ക്. ഞാൻ ചോദിക്കും, അപ്പൊ കേട്ടാ മതി രണ്ടുപേരും. കേട്ടാ? ടുഡു ചോദിക്കട്ടെ. ഞാൻ എൻ്റെ വരം ഉപയോഗിച്ചിട്ട് ഒരു വരവും കൂടി ആവശ്യപ്പെടുന്നു. എന്നിട്ട് ആ വരം എനിക്ക് എന്തിനാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇരട്ടപ്പേര് എന്നെ ആരും വിളിക്കരുത്. എല്ലാരും മറന്നു പോണം, ഈ ഞാനുൾപ്പെടെ ഇവന്മാരും. അതാണ് എനിക്ക് വേണ്ട വരം. അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. ഇതാ നിങ്ങളുടെ രണ്ടാമത്തെ വരം. ഇനി പറ, എന്തായിരുന്നു നിന്റെ ആ പേര്? എൻ്റെ എന്തായിരുന്നല്ലോ എൻ്റെ ഇരട്ടപ്പേര്? ഓർമ്മയില്ലേ? സക്സസ്. സക്സസ്. വർഷം കുറെ ഇട്ടിട്ടു ഞാൻ ആ പേര് കാരണം മാറി നാണം കെട്ടി ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ നാട്ടിലുണ്ടല്ലോ, എന്നെ ഇരട്ടപ്പേര് പറഞ്ഞാലേ അറിയുള്ളൂ. ഈ തിണ്ടികൾ എന്നെ അവസ്ഥയിലാക്കി. ഞാൻ എന്തോരാഗ്രഹിച്ചിട്ടുണ്ടെന്നറിയുന്ന ആറുകളൊക്കെ മറവിയൊന്ന് ചത്തുവരുന്നെങ്കിൽ. ലവ് യു ടുഡു, ലവ് യു. മണ്ടനാണ് നീ, ഇതൊക്കെ അവരിങ്ങനെ വരവിട്ട് വയ്ക്കോ? അതുകൊണ്ടുള്ള മാനക്കേട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. പിന്നെ വരം അതെനിക്ക് ഒന്നും കൂടി ഉണ്ട്. കണ്ടോ എന്താ ചോദിക്കാൻ പോണെന്ന്? ടുഡു, അടുത്ത വരം ചോദിക്കട്ടെ? അടുത്ത വരം അവനുള്ളതാണ്, മൂന്നാമത്തേത്. അതെങ്ങനെ ശരിയാവും? എനിക്കൊരു വരവും കൂടി ഇല്ലേ? ഞാൻ രണ്ടുവരം ചോദിച്ചല്ലേ? നീ ഒരു വരം കൂടെ ചോദിച്ചത് നിനക്ക് നൽകിയ ആദ്യ വരം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആദ്യ വരം നഷ്ടപ്പെടുത്തി പുതിയൊരു വരം നേടി. അതിൽ നീ നിന്റെ ആഗ്രഹവും നിറവേറ്റി. അതോടെ നിന്റെ വരം അവസാനിച്ചു. പറ്റൂല. കളിയാക്കണവരൊക്കെ കളിയാക്കിക്കോട്ടെ. എനിക്ക് വേറൊരു അത്യാവശ്യം കൂടി ചോദിക്കാണ്ട് വരായിട്ട് പ്ലീസ്. ഇതെനിക്ക് വേണ്ട, എനിക്ക് പുതിയത് മതി പ്ലീസ്. ഒരു ചാൻസ് പ്ലീസ്. നിറവേറ്റിയ വരം ഇനി തിരിച്ചെടുക്കാനാവില്ല. നീ തന്നെയാണ് ഈ വരം തിരഞ്ഞെടുത്തത്. ഇത് നിന്റെ വിധിയാണ്. ഇനി നിന്റെ അവസരമാണ്. അവസാന വരം. അളിയ അടുത്ത ഒരാലോചിച്ച് കണ്ടും ചോദിക്കണം. അതെ, മുമ്പത്തെ പോലെ നമുക്കിനി മണ്ടത്തോലൊന്നും പറ്റരുത്. എങ്ങനെ നമുക്കാ? എടാ നിന്റെയൊക്കെ മണ്ടത്തരം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിനക്ക് നിന്റെ ഒടുക്കത്തെ പ്രേമം. ഓ സാറിന് ഒടുക്കത്തെ ബുദ്ധിയായിരുന്നല്ലോ. എടാ എക്സ്ട്രാ എന്തായാലും വരം ചോദിച്ചല്ലേ, നിനക്ക് 5 or 10 വരം ചോദിക്കണം മണ്ട. പിന്നെ രണ്ടിനും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് നിന്നെ ഇട്ടിട്ട് അവള് പോവാൻ ചെയ്യാം. നിനക്ക് വേറെ ഇരട്ടപ്പേര് വീഴാൻ സാധ്യത. അങ്ങനെയൊന്നും പറയല്ലേ, അല്ലെങ്കിൽ തന്നെ ആകെ തളർന്നിരിക്കണം പ്ലീസ്. നിന്റെ നാക്കുളച്ചൊന്നും പറയാടാ നീ. എടാ രണ്ടും സ്വന്തം ഇഷ്ടത്തിന് പോയിട്ട് വരവും ചോദിച്ച് രണ്ടും കളഞ്ഞിട്ട് ഇപ്പൊ എന്റെ വരത്തേക്കറി ഉണ്ടാക്കാൻ വന്നേക്കണ നീ കൂടി. എടാ എനിക്ക് തോന്നണേ ഈ ടുഡു ശരിക്കും ഉടായിപ്പാണെന്ന് തോന്നുന്നു. അല്ലേ തന്നെ നമ്മുടെ രണ്ടുപേരും വരം പോയ വഴിയുണ്ടോ? അതെ ശരി അല്ലേ? അതെ, ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അതെ. അതുകൊണ്ട് ആലോചിച്ചും കണ്ടു നിന്റെ അല്ലേ നമ്മക്കുണ്ട്. എടാ ഞാൻ കുറച്ച് കാശ് ചോദിക്കാന്ന് വിചാരിക്കണം. മതി, നമ്മുടെ ഇല്ലാത്തത് അതാണല്ലോ. അതെ, ഇപ്രാവശ്യം പൈസ കൊടുത്തില്ലല്ലേ ഓർഡർ നമ്മളെ ഇറക്കി വിടും, അതറിയാമോ? അപ്പൊ എന്തായാലും ചോദിക്കാല്ലേ? നമുക്കൊരു 10 കോടി ചോദിക്കാം. 10 കോടിയാ? നീ 100 കോടി ചോദിക്കടാ. 100 കോടിയാ? 100 കോടി ചോദിക്കും. എന്തും സാധിച്ചു തരുമെന്നല്ലേ പറഞ്ഞത്. കാശുണ്ടെ പിന്നെ ഈ ലോകത്ത് എന്താണ് സാധിക്കാവുള്ളത്? നമുക്ക് ഇതാ പോലെ പുതുക്കി അപ്പൊ ചോദിക്കാല്ലേ? ചോദിക്കാം. ടുഡു Beda madeira? ചോദിക്കുന്നില്ലേ? എൻ്റെ അമ്മേനെ തിരിച്ചറിയാൻ പറ്റുമോ?
എൻ്റെ വരം കൊണ്ടൊരിക്കലും ഒരു ജീവൻ എടുക്കുവാനോ തിരികെ നൽകുവാനോ സാധ്യമല്ല. കുറിക്കപ്പെട്ട വിധി തിരുത്തുക എന്നത് അസാധ്യമാണ്. ക്ഷമിക്കണം, ഇതെനിക്ക് സാധിക്കുന്നതിനും അപ്പുറമാണ്. എൻ്റെ അമ്മയുള്ള ആ കാലഘട്ടത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റും. എങ്കിലും എനിക്കൊന്ന് ചെയ്താൽ പ്ലീസ്. ശരി, കണ്ണടയ്ക്ക്. പോകാൻ ആഗ്രഹിക്കുന്ന ആ നിമിഷം നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവാ. നീ എന്താണോ ചിന്തിക്കുന്നത് അവിടേക്കായിരിക്കും നീ ചെല്ലുക. കണ്ണടയ്ക്ക്. നിന്റെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ. ഇതാ നിങ്ങളുടെ അവസാന വരം. ഞാൻ പോണേണ്. കഴിച്ചിട്ട് പോണോ? എനിക്കിനി സമയമൊന്നുമില്ല, ഞാൻ പുറത്തുനിന്ന് അയച്ചോളാം. അപ്പൊ പിന്നെ ഞാൻ ആർക്കു വേണ്ടി ഉണ്ടാക്കിയത്? സമയത്ത് ഉണ്ടാക്കാത്തോണ്ടല്ലേ ഇനി ഒറ്റക്ക് അങ്ങോട്ട് തിന്നു. എനിക്ക് 2 കയ്യല്ലേ ഉള്ളൂ, എന്തൊക്കെ ചെയ്യും ഒറ്റക്ക് കിടന്ന് ഞാൻ? എനിക്ക് പുറത്തുനിന്ന് കഴിക്കാനൊക്കെ സമയമുണ്ട്. പോട്ടെ, വേണ്ട, എന്ത് ചെയ്യാനാണ്? എന്തേ പോയില്ലേ? കഴിക്കാടുക്കട്ടെ. ഉച്ചന്ന് വാരിത്തരും. എന്താ ഇപ്പൊ ഇങ്ങനൊരു പൂതി? എന്താ നീ കരയണത്? എന്തു പറ്റി നിനക്ക്? എന്തിനാ ഈ സോറി പറയണത്? എന്താ പറ്റിയേ? ഒന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ നൽകിയ വരം ഇവിടെ അവസാനിക്കുന്നു. ഇനി മുതൽ ഞാൻ സ്വതന്ത്രനാണ്. എന്നെ മോചിപ്പിച്ച നിങ്ങൾക്ക് ഒരുപാട് നന്ദി. എനിക്ക് പോകാൻ സമയമായിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. ഇനി നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനമാണ്. തീർച്ചയായും നിങ്ങൾക്കിതൊരിക്കൽ ഉപകാരപ്പെടും. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ടുഡു.